നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് ഈ ആറുമുണ്ടച്ചൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം വഹിക്കാനും അതുപോലെ അദ്ദേഹത്തെ പോലെ ഈ പരിശുദ്ധി ലോകമെങ്ങും പ്രസരിപ്പിക്കാനുമൊക്കെയുള്ള കടപ്പാട് നമ്മളെ തന്നെ ഒരുമിപ്പിക്കുന്ന ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു ഘട്ടം കൂടിയാണെന്ന് ഓർക്കുക. നമ്മളിവിടെ വന്നപ്പോൾ മനസ്സിലുണ്ടാവുക ആറുമുണ്ടച്ചൻ്റെ മാധ്യസ്ഥത വഴി എന്തെങ്കിലുമൊക്കെ സുഖപ്രാപ്തി, മറ്റെന്തെങ്കിലും ഒരു നിയോഗത്തിൻ്റെ പ്രാപ്തിയൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. പക്ഷേ അതിലെല്ലാം ഉപരിയായിട്ട് ഈ ആറുമുണ്ടച്ചനെ അനുകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടട്ടെ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം വഴി. അതോടൊപ്പം തന്നെ ഓർക്കുക, അദ്ദേഹം ചെയ്ത ആ രീതി, ആ പ്രവർത്തിച്ച ശൈലി നമ്മളെല്ലാവരും അനുകരിക്കേണ്ടതാണ്. അദ്ദേഹം ഒരു കപ്പുച്ചിൻ വൈദികനായിരുന്നു. എല്ലാവർക്കും വൈദികനാകുന്ന പറ്റില്ല, എല്ലാവർക്കും കപ്പുച്ചിനാകാനും പറ്റില്ല, എല്ലാവർക്കും സന്യാസി സമർപ്പിതനാകാനും പറ്റില്ല. അതിലുപരിയായിട്ട് നമ്മളെല്ലാം ദൈവം വിളിച്ചപ്പോൾ, ഈ ക്രൈസ്തവ സമൂഹത്തിലേക്ക് വിളിച്ചപ്പോൾ അവിടുത്തെ ജ്ഞാനസ്നാനം നൽകിയിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിന് നൽകി, അവിടുത്തെ തിരുശരീര രക്തങ്ങൾ നൽകി നമ്മളെ ഓരോരുത്തരെയും ആ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളാക്കിയിട്ടുണ്ട്. ജ്ഞാനസ്നാനത്തിൽ നമ്മളെ കേവലം ഈ സഭയിലെ അംഗങ്ങൾ മാത്രമല്ല, അവിടുത്തെ പുരോഹിതരാക്കി മാറ്റിയിരിക്കുകയാണ്. സിറോ മലബാർ സഭയുടെ ജ്ഞാനസ്നാന കർമ്മത്തിൽ പറയുന്ന പ്രാർത്ഥനയുണ്ട്. മൂറോൻ വെഞ്ചരിക്കുന്ന സമയത്തൊക്കെ അവിടെ പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ഈ ലേപനത്തിലൂടെ കർത്താവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നെന്നുള്ളതാണ്. ആറുമുണ്ടച്ചൻ അദ്ദേഹം സ്വീകരിച്ച ആ കപ്പുച്ചിൻ സമർപ്പിത ജീവിത ശൈലിയിലൂടെ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായി സ്വീകരിച്ച ശുശ്രൂഷ പൗരോഹിത്യത്തിലൂടെ തനിക്ക് അടിസ്ഥാനപരമായി ലഭിച്ച ജ്ഞാനസ്നാനത്തിൽ ലഭിച്ച ആ പൗരോഹിത്യത്തെ കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കി എന്ന് മാത്രം. നമ്മൾ ഓരോരുത്തരും അദ്ദേഹം ചെയ്തതുപോലെ തന്നെ നമുക്ക് ലഭിച്ച ആ പൗരോഹിത്യ ശുശ്രൂഷയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കണം. അതിനുള്ള ആ വലിയ മാതൃകയാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്. നമ്മൾ ഓരോരുത്തരും ഏതെല്ലാം അവസ്ഥയിലായിരുന്നാലും ആ അവസ്ഥയിലൊക്കെ നമുക്ക് നമ്മുടെ ഈ പൗരോഹിത്യത്തെ വീണ്ടും ഊർജ്ജസ്വലമാക്കാൻ കഴിയും. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് കേവലം ഒരു ജനതയായിട്ടല്ല. പുറപ്പാട് പുസ്തകം 19:6 പറയുന്നത്, നിങ്ങളെനിക്കൊരു വിശുദ്ധ പുരോഹിത ജനമാണ്. നിങ്ങളെനിക്കൊരു വിശുദ്ധ പുരോഹിത ജനമാണ്. ആ പുരോഹിത ജനം എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ആ അർത്ഥം മറ്റൊന്നുമല്ല, ഞാൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ നിന്നുകൊണ്ട് ഒരു പാലമായി വർത്തിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക്, ദൈവത്തെങ്കിലേക്ക് കൊണ്ടു ചെല്ലുക എന്നുള്ള ആ ദൗത്യത്തെയാണ് പുരോഹിത ശുശ്രൂഷ എന്ന് വിളിക്കുന്നത്. ആ പുരോഹിത ശുശ്രൂഷ നിർവഹിക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ നിലയിൽ നിന്നുകൊണ്ടാണ്. ഞാനും ഇവിടുത്തെ വൈദികരുമൊക്കെ ചെയ്യുന്നതാണ് പ്രത്യേകമായിട്ട് ഈശോയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ നിർദ്ദേശങ്ങളൊക്കെ നൽകാനും ഇതിന് നേതൃത്വം വഹിക്കാനുമൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് പൗരോഹിത്യം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ പുരോഹിത വൃത്തിയിൽ ഈ ആറുമുണ്ടച്ചൻ്റെ ആ ചൈതന്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. പഴയ നിയമത്തിൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ, അതുപോലെ പുറപ്പാട് പുസ്തകം 28-39 അധ്യായങ്ങളിലുമൊക്കെ ഈ പുരോഹിത അർത്ഥികൾ അല്ലെ പുരോഹിതർക്ക് കൊടുക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് പറയും, അവരുടെ ദൗത്യങ്ങളെക്കുറിച്ച് പറയും. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളണിയുന്ന ഈ പുരോഹിത വസ്ത്രം, ഞങ്ങളിവിടെ അണിയുന്ന ഈ വസ്ത്രം, ഇവിടെ സിസ്റ്റേഴ്സ് ഇടുന്ന അവരുടെ സമർപ്പിത വസ്ത്രം, ഈ കപ്പുച്ചിൻ വൈദികരും പ്രദേശവും ഇടുന്ന സന്യസ്ത വസ്ത്രം, നിങ്ങൾ ഓരോരുത്തരും ധരിക്കുന്ന വസ്ത്രങ്ങൾ, ഇതിനെല്ലാം അർത്ഥമുണ്ട്. അതെന്താണ്? ആ അർത്ഥം മറ്റൊന്നുമല്ല, ദൈവം നമ്മളെ ഒരു പ്രത്യേക ദൗത്യം ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യ നിർവഹണത്തിന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വസ്തുതകളാണതെല്ലാം. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 39-ാം അധ്യായത്തിലൊക്കെ ഈ വസ്ത്രത്തെക്കുറിച്ച് പറയും. ഇത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാനായിട്ട്, അവരുടെ പാപങ്ങൾക്ക് നീ പരിഹാരം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്താനൊക്കെയുള്ള ആ അടയാളങ്ങളാണ് ഈ വസ്ത്രങ്ങളെല്ലാം. ചുരുക്കത്തിൽ അങ്ങനെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. ഇത് നമ്മൾ ധരിക്കണം. അഹ്റോനെക്കുറിച്ച് പറയുമ്പോൾ അഹ്റോൻ്റെ തലപ്പാവിൽ ധരിക്കുന്നൊരു വസ്ത്രമുണ്ട്, ഒരു ശിരോവസ്ത്രം. അതിനകത്ത് അവനെക്കുറിച്ച് വിശുദ്ധി എന്ന് അവിടെ എഴുതി വെക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സമർപ്പിതനെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി അഹ്റോൻ ദൈവത്തിന് പൂർണ്ണമായിട്ടും വേണ്ടി മാറ്റിവെക്കപ്പെട്ട വ്യക്തിയാണെന്ന് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാകണം. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ ദൈവത്തിൻ്റെ പൗരോഹിത്യം സ്വീകരിച്ചവരാണെങ്കിൽ അത് മറ്റെല്ലാവർക്കും മനസ്സിലാകണം. അവരാ പരിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് എന്നുള്ളത്. ഈ അഹ്റോനോടും മക്കളോടും മാത്രമല്ല,
ഇസ്രായേൽ ജനതയോട് മുഴുവൻ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. മോശയോട് പറയും, നീ ഈ ജനത്തെ വിശുദ്ധീകരിക്കണം. അവരോട് പറയണം, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. കാരണം എന്നെ നിങ്ങൾ സമീപിക്കുമ്പോൾ അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടിട്ട് മാത്രമേ സമീപിക്കാൻ പാടുള്ളൂ. ചുരുക്കത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ ദൈവത്തെ സമീപിക്കുമ്പോൾ ഈ ആർമണ്ടച്ചനെ പോലെ വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് വേണം സമീപിക്കാനായിട്ട്. അതല്ലെങ്കിൽ എന്താ കുഴപ്പം? നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. നമ്മളൊരു പക്ഷേ ഇവിടെ ഈ ശാരീരികമായിട്ട് ഇവിടെ ആയിരിക്കുന്നുണ്ടാകാം, പക്ഷേ ദൈവത്തിൻ്റെ അടുത്താകണമെന്നില്ല. കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഓരോരുത്തരും ഈ അപ്പവും വീഞ്ഞും ഒക്കെ കഴിക്കുമ്പോൾ, ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ആത്മശോധന ചെയ്തിട്ട് വേണം. അതില്ലാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? കുറേ പേരൊക്കെ മരിച്ചുപോയി, കുറേ പേരൊക്കെ രോഗികളായിത്തീർന്നെന്നാണ് പറയുന്നത്. മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് മരിച്ചു. പിന്നെ ഈശോയുടെ ശരീരരക്തങ്ങൾ നമ്മളിൽ ഒരു ഫലവും ഉണ്ടാക്കുന്നില്ല. നിങ്ങളുടെ ഇടയിൽ നേഴ്സുമാരൊക്കെ ഉണ്ടാകും. രോഗികളെ കുത്തിവെക്കുമ്പോൾ മൃതശരീരത്തിൽ മരുന്ന് കുത്തിവെച്ചിട്ട് ഒരു കാര്യവുമില്ല. നല്ല മരുന്നായിരിക്കും, വലിയ വിലയുള്ള മരുന്നായിരിക്കും. ഒരു ക്യാൻസർ രോഗി എത്ര വിലയുള്ള മരുന്നാണെങ്കിലും മരണശേഷം കുത്തിവെച്ചിട്ട് കാര്യമില്ല. ഈശോയുടെ തിരുശരീര രക്തങ്ങൾ അമൂല്യമായിട്ടുള്ള ആ ഒരു കാര്യമാണത്. പക്ഷേ അത് നമ്മുടെ ഒരു മൃതശരീരത്തിലേക്ക്, മൃതമായ മനസ്സിലേക്ക് കടത്തിവിട്ട് ഒരു കാര്യവുമില്ല, അതിനൊരു ഫലവും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ, സമീപത്തായിരിക്കുമ്പോൾ വിശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടി ആയിരുന്നെങ്കിലേ ഇതിനൊക്കെ നമ്മളിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഈ രോഗമെന്ന് പറയുന്നത് അത് പകുതിയും മാനസികമെന്ന് പറഞ്ഞാൽ അത് സൈക്കോസൊമാറ്റിക് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളാണ് കുറേയെല്ലാം രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്ക് പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രോഗത്തിൻ്റെ ഒരു പകുതി ഭാഗം പോയി കഴിയും. നമ്മളൊക്കെ ഈ ഡോക്ടർമാരുടെ അടുത്ത് പോകാണല്ലോ മരുന്ന് മേടിക്കാൻ. ചില ഡോക്ടർമാരെക്കുറിച്ച് നമ്മൾ പറയും അവർക്ക് കൈപ്പുണ്യമുള്ളവരാണെന്ന് പറയും. കൈപ്പുണ്യമുള്ളവരെന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡോക്ടർ തരുന്ന മരുന്ന് പെട്ടെന്ന് ഫലിക്കുന്ന, നമ്മുടെ രോഗം ഭേദമാകുന്നു. വാസ്തവത്തിൽ എല്ലാ ഡോക്ടർമാരും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഡോക്ടറിൽ നമുക്ക് വിശ്വാസം കുറയുമ്പോൾ ആ മരുന്ന് നമ്മളിൽ ഉളവാക്കുന്ന ഫലവും കുറയും. കാരണം എന്താണ്? ഈ ഡോക്ടറും നമ്മളും തമ്മിലുള്ള ബന്ധമനുസരിച്ച് നമ്മുടെ രക്തചംക്രമണത്തിലൊക്കെ വ്യത്യാസം വരും. അങ്ങനെ വന്നു കഴിയുമ്പം ഈ മരുന്ന് നമ്മളിൽ പ്രവർത്തിക്കുന്ന രീതിയും വ്യത്യാസം വരും. അതിൻ്റെ മുഴുവൻ ഫലവും ഉളവാകുന്നില്ല. ഇതുപോലെ തന്നെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ കർത്താവിൽ വിശ്വാസം ഉണ്ടാവണം. കർത്താവിൻ്റെ സമീപത്തായിരിക്കുമ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ നമ്മളിൽ പൂർണ്ണമാകും, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാകും, ഫലദായകമാകും, നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്ന് പൗലോസ് ലേഖനത്തിൽ പറഞ്ഞ് നിങ്ങൾ ശരിക്കും ഹൃദയത്തിൽ വിശ്വസിക്കണം. ഹൃദയത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഫലവത്താകും. അധരം കൊണ്ട് നിങ്ങൾ ഏറ്റുപറയണം. എന്നിട്ട് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. അത് പറയുന്നത് എന്താണ്? അവിടെ പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരം. ഇവിടെയാണ് ആർമണ്ടച്ചൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അദ്ദേഹം അത് ഹൃദയത്തിൽ വിശ്വസിച്ച മനുഷ്യനാണ്. അദ്ദേഹം അത് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹം ആ സുവിശേഷം പ്രസംഗിച്ച വ്യക്തിയാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, പലപ്പോഴും ഇവിടെ അച്ഛന്മാർ പറഞ്ഞിട്ടുള്ളതാകും. ഈ കരിസ്മാറ്റിക് ധ്യാനമൊക്കെ വന്നപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹമാണ് ഭരണജ്ഞാനത്ത് 1976 അത് ആരംഭിച്ചത്. കരിസ്മാറ്റിക് അത് ഈ പെന്തക്കോസ്റ്റൽ സഭകളിലുണ്ടായിരുന്നു നേരത്തെ തന്നെ. അത് അമേരിക്കയിലൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. പിന്നീട് കത്തോലിക്ക കരിസ്മാറ്റിക് പ്രസ്ഥാനം വന്നത് ആ കാലഘട്ടത്തിലാണ്, 70കളുടെ മധ്യത്തിൽ. അന്ന് അദ്ദേഹമാണത് ആരംഭിച്ചത്. ഈ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരമെന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ കാണിച്ചു തരുന്നില്ലേ? അന്ന് ആ സുവിശേഷം അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം അത് കേവലം ഇതുപോലൊരു വേദിയിൽ നിന്ന് മാത്രമല്ല, അദ്ദേഹം എത്രയോ കുടുംബങ്ങളെ സന്ദർശിച്ച് അവരോടിതെല്ലാം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നവരെ അദ്ദേഹം ആശ്വസിപ്പിച്ചു വിട്ടു. കേൾക്കാത്തവനെ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് പൗലോസ് ചോദിക്കുന്നത്. പ്രസംഗിക്കപ്പെടുന്നെങ്കിൽ ഇല്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കാനായിട്ട് കഴിയും? അതുകൊണ്ട് ഈ ആർമണ്ടച്ചൻ നമ്മളോടിന്ന് പറയുന്ന കാര്യം മറ്റൊന്നുമല്ല. ദൈവത്തിൽ നിങ്ങൾ സ്വീകരിച്ച സുവിശേഷം അധരം കൊണ്ട് നിങ്ങൾ ഏറ്റുപറയുന്നതോടൊപ്പം ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. കർത്താവ് തന്നെ പറയും, എന്നെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുന്നില്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളെ ഞാൻ ഏറ്റുപറയില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും, എന്താണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്? പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം ഒന്നിതാണ്. കാരണം നമ്മൾ അവിടുത്തെ ദൈവത്തിൻ്റെ മുമ്പ് അല്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ എത്ര പേരുണ്ട് ഒരു പിതാവിനും പുത്രനും വെക്കുന്നവരായിട്ട്? അധികമൊന്നും കാണില്ല. നമുക്ക് നാണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ദൈവത്തെ ഏറ്റുപറയാനായിട്ട് നമുക്ക് പലപ്പോഴും നാണമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ മക്കളെ, നിങ്ങൾ ആ സ്കൂൾ ബസ്സിൽ കയറുമ്പോൾ ദൈവത്തെ പിതാവിനും പുത്രനും വെച്ചിട്ട് പോകണമെന്ന് നമ്മൾ എത്ര പേര് പറയുന്നുണ്ടാകും? അധികമൊന്നും ഉണ്ടാവില്ല. പിള്ളേർക്ക് നാണമാണ്. അതേ സമയത്ത് ക്രൈസ്തവരായിട്ടുള്ള കുട്ടികളെല്ലാവരും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ഐക്യബോധം വർദ്ധിക്കും. അവർക്കൊരു ഐഡൻറ്റിറ്റി കോൺഷ്യസ്നെസ്, അവർക്കൊരു സ്വത്വബോധം വരും. ഞങ്ങളെല്ലാം ഒന്നാണ്.
അപ്പോൾ നമ്മൾ ഈ സമുദായ ശാക്തീകരണം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഈ വിശ്വാസം നമ്മളെല്ലാം ഒന്നാണ് എന്നും നമുക്കൊരു പ്രത്യേക ദൗത്യമുണ്ട് എന്നും ഒക്കെ വിശ്വസിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. ഈ അറമണ്ടച്ചൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ അവസരത്തിലും അനവസരത്തിലും എല്ലാം ഈ ദൈവത്തെ ഏറ്റുപറയുക, ദൈവത്തെ പ്രസംഗിക്കുക, അതുപോലെ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. നിങ്ങൾക്കുള്ള ഈ പൗരോഹിത്യ വൃത്തി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആ ഒരു സന്ദേശവാഹകരായി മാറുക, പ്രവാചകരായി മാറുക. ദൈവത്തിൻ്റെ അരൂപിയെ കിട്ടിക്കഴിയുമ്പോൾ പഴയ നിയമത്തിൽ ആ നേതാക്കന്മാരായിട്ട് മോശ തിരഞ്ഞെടുത്ത 70 പേര് മോശയോട് ദൈവം പറയുന്നുണ്ട്, നിൻ്റെ ചൈതന്യത്തിലൊരു ഭാഗം അവർക്ക് ഞാൻ കൊടുക്കും. അപ്പോഴെന്ത് സംഭവിച്ചു? അവർ പ്രവചിക്കാൻ തുടങ്ങി. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ചൈതന്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക കഴിയുമ്പോൾ അവരും ദൈവത്തെ പ്രസംഗിക്കാൻ ആരംഭിക്കും. പ്രിയമുള്ളവരെ, ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് ഈ ലോകത്തെ മുഴുവൻ സുവിശേഷത്തിന് സാക്ഷികളാക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് നമ്മുടേത്. ഈശോ നിർവഹിച്ച അതേ രക്ഷാകര ദൗത്യം ഈ ലോകത്തിൽ മുഴുവൻ നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അങ്ങനെ എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാകുമ്പോൾ ഇത് സ്വർഗമായി മാറും. നമ്മുടെ രോഗസൗഖ്യമൊക്കെ എല്ലാവർക്കും കിട്ടും. യാതൊരു സംശയമുണ്ട് ആ കാര്യത്തിൽ. ഈ ആർമണ്ടച്ചനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഇപ്രകാരം പ്രസംഗിക്കുക മാത്രമല്ല, അതിലുപരിയായിട്ട് അദ്ദേഹത്തിന് ഞാൻ നിങ്ങളുടെ വെബ്സൈറ്റ് എടുത്തപ്പോൾ കണ്ട ഒരു കാര്യം എന്നെ ആകർഷിച്ചത്, ഈഗോ കോംപ്ലക്സ്, ഞാനെന്ന ഭാവം ഒട്ടുമില്ലായിരുന്നാണ്. ഗലാത്യർ ലേഖനം 7:13 പൗലോസിലെ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് നിങ്ങൾ ഭാവിക്കുന്നുവോ? നമ്മൾ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. അതായത് നമുക്ക് പലപ്പോഴും ഈ തവളയുടെ കൂട്ട് വലിയ തവളയുണ്ടല്ലോ, ഈ വലിയ വയറ് വീർപ്പിക്കുന്ന തവള, അവർ ഈ ലോറിയൊക്കെ വരുമ്പോൾ ഈ തവള ഇങ്ങനെ റോട്ടിലിരുന്നിട്ട് വയറ് വീർപ്പിച്ച് കാണിക്കും. ഈ ലോറിയുടെ ഒരു ടയറൊന്ന് തൊട്ടാൽ മതി, തവള പൊട്ടിപ്പോൾ. ഇത്രയേ നമ്മളുള്ളൂ. പക്ഷേ നമ്മൾ എന്തൊക്കെയോ ആണെന്ന് അങ്ങോട്ട് ആയി ധരിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് ആളുകൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നമുക്കൊരല്പം മുറിവേറ്റാൽ പിന്നെ ഭയങ്കര ആന്തരിക മുറിവായിട്ട് നടക്കുകയാണ് നമ്മൾ. ഈ ആർമണ്ടച്ചൻ എന്നോട് പറയുന്നത്, അതുകൊണ്ട് ഒന്നുമല്ലാതിരിക്കെ നിങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അല്പം ഒരു എളിമയോടുകൂടി ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ കുറയും. കർത്താവ് തന്നെ പറയും, നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്തിട്ട് ഉപയോഗമില്ലാത്ത ദാസനാണ് ഞാൻ എന്ന് പറഞ്ഞു പോകാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ എത്രയോ അത് മഹത്തരമാണ്. നമ്മുടെയൊക്കെ ഇടവുകൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, സ്വാഗതം പറയുമ്പോൾ ഒരാളുടെ പേരൊന്ന് വിട്ടുപോയാൽ വലിയ കോലാഹലമായി. നന്ദി പറയുമ്പോൾ വികാരിച്ചനെങ്ങാനും ഒന്ന് വിട്ടുപോയെങ്കിൽ ഒരാളുടെ തീർന്ന്, പിന്നെ വികാരിച്ചനോടെ കിടക്കണ്ട, എൻ്റെ പേര് പറഞ്ഞില്ല. വല്ല സ്മരണികയൊക്കെ അടിക്കുമ്പോൾ ഒരാളുടെ പേരെങ്ങാൻ വിട്ടുപോയെങ്കിൽ തീർന്ന്, പ്രശ്നമായി ഉടനെ തന്നെ. ഇതാണ് ഈ ഈഗോ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഈ ആർമണ്ടച്ചൻ നമ്മളോട് പറയുന്ന മക്കളെ, അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് ഉപേക്ഷിക്കുക. അതൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ സമാധാനം കിട്ടും. നമ്മുടെ ഈ കുടുംബത്തിലൊക്കെ അസമാധാനം ഉണ്ടാകുന്ന ഒരല്പം ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ വലിയ സമാധാനം ഉണ്ടാകും. 2 കൈ കൂട്ടിയടിച്ചെങ്കിലല്ലേ ഒച്ച കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഞാനെന്ന ഭാവം ഒന്നുമല്ലാതിരിക്കുക, ഞാനെന്ന ഭാവം കൊണ്ട് എന്തിനു നടക്കുന്നതാണ്, നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയുക. നമുക്ക് മനുഷ്യരൊക്കെ ഇത്രയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നോട് ദൈവം പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു, അത്രമാത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ ഭാവം നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയേണ്ടത് ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെ അടിസ്ഥാനം എന്നത് വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്ത് നടന്ന മനുഷ്യനല്ല. സാധാരണ ജീവിതത്തെ അസാധാരണമാക്കി ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഈ ദൈവദാസനെന്നും ഇനിയിപ്പോൾ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അദ്ദേഹത്തെ യോഗ്യനാക്കുന്ന ഇതൊക്കെ തന്നെയാണ്, സാധാരണ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ ഈ ഒരു മനോഭാവം നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയട്ടെ. തീർച്ചയായിട്ടും നമുക്കൊക്കെ വലിയ വലിയ അനുഗ്രഹങ്ങൾ കിട്ടും. അതേ സമയത്ത് നമ്മൾ ഓർക്കണം, ജോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നതൊക്കെ ജോബ് ദൈവത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്, ദൈവത്തിനെതിരെ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ്. പക്ഷേ ആ ജോബിനെ പീഡിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി പീഡിപ്പിച്ച ദൈവം. ഒരു മനുഷ്യന് സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ജോബ് എപ്പോഴും പറഞ്ഞത് എന്താണ്? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവം തന്നു, ദൈവം എടുത്തു. ഭാര്യ അടക്കം പറഞ്ഞു, മനുഷ്യ നിങ്ങൾ എന്തായി പറഞ്ഞുകൊണ്ട് നടക്കും, ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്ക്, എന്തിനാ ഇനിയും ദൈവത്തിൽ വിശ്വസിക്കുന്നത്? അപ്പോൾ നമ്മൾ ഓർക്കണം, ജോബ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല, ദൈവം തന്നു, ദൈവം എടുത്തു, അത്രയേ ഉള്ളൂ. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ത് സംഭവിച്ചാലും ദൈവത്തെ ഉപേക്ഷിക്കില്ല എന്ന് ജോബിലൂടെ ദൈവം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ ജോബിനെ പരീക്ഷിക്കാൻ വന്ന പിശാചിന് ദൈവം കൊടുക്കുന്നൊരു പാഠമാണ്, പ്രിയപ്പെട്ട പിശാചേ, എന്നെ സ്നേഹിക്കുന്ന മനുഷ്യർ, നീയല്ല നിന്നെപ്പോലെ ഒരു 25,000 പേര് വന്ന് പറഞ്ഞാലും അവരെ എന്ത് ചെയ്താലും അവരെൽ നിന്ന് വിട്ടുപോകില്ല, എൻ്റെ ജോബിനെ നോക്ക്. എന്നിട്ട് ആ ജോബിനെല്ലാം തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസിയുടെ അടയാളം എന്ന് പറയുന്നത്.
ഒരിക്കൽ ജർമ്മനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ഒരു ചേച്ചി വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, അതിനിടയ്ക്ക് കരയുന്നുമുണ്ട്. അപ്പോഴീ അച്ഛൻ ചെന്ന് ചോദിച്ചു, വികാരിച്ചൻ നമ്മുടെ മലയാളിയാണ്, അത് ചേച്ചി എന്താ കരയുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മകള് ഈ അടുത്ത കാലത്ത് കല്യാണം കഴിഞ്ഞ് അവൾക്ക് കൊച്ചൊന്നും ഉണ്ടായില്ല, അതിന് മുമ്പ് തന്നെ ക്യാൻസറായി, അവൾ മരിക്കാറായി, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഈ ചേച്ചി ഒരു ചോദ്യം കൂടെ ചോദിച്ചു, എന്തുകൊണ്ടാണ് അച്ഛാ ദൈവം എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? അപ്പോൾ ഈ അച്ഛൻ അടുത്ത് തന്നെ പറഞ്ഞു, അപ്പോൾ ചേച്ചി ഞാൻ ഈ പള്ളിയിലൊന്നും കണ്ടിട്ടില്ല, ചേച്ചി ഈ ഇടവക്കാരി അല്ലേ? അപ്പോൾ അവർ പറഞ്ഞു, അതെ, പക്ഷേ ഞാനങ്ങനെ പള്ളിയിലൊന്നും വരാറൊന്നുമില്ല, വല്ല കാലത്തൊക്കെ വരുമെന്നൊക്കെ ഉള്ളൂ. അങ്ങനെ അപ്പോൾ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊക്കെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ അച്ഛൻ അടുത്തവായി ചോദിച്ചു, ആരെയാണ് ഉപേക്ഷിച്ചത്? ദൈവം ചേച്ചിയാണോ ഉപേക്ഷിച്ചത്, അതോ ചേച്ചി ദൈവത്തെയാണോ ഉപേക്ഷിച്ചത്? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ്, നമുക്ക് പ്രയാസം വരുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഉപേക്ഷിച്ചത്? നമുക്ക് അതിന് ഉത്തരം കിട്ടണമെന്ന് എന്ത് വേണം? നമ്മൾ നിരന്തരമായിട്ട് നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെയാണോ നടക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഒരാൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ ഒരു പ്രയാസമുണ്ടാവില്ല. അതാണതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ ജോബിനെ പോലെയുള്ള ആ ഒരു മനോഭാവം നമ്മളിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്കറിയാം, ഈ പിശാചിനെ സുഖപ്പെടുത്തുന്ന കാര്യമാണ് കർത്താവ് ചെയ്യുന്ന കാര്യമാണ് സുവിശേഷം നമ്മൾ വായിച്ചത്. പിശാച് ബാധിൻ്റെ അടുത്ത് കർത്താവ് വരുമ്പോഴത്തേനും ഇയാൾ അലറി നിലവിളിക്കുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധനാകും നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് ചോദിച്ചുകൊണ്ട്. ഒരു പിശാചിനെ മനസ്സിലാക്കാൻ പറ്റുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്? നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഈശോയെ കണ്ടെത്തുമ്പോൾ എന്തുകൊണ്ട് നമുക്കവനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു? നമ്മുടെ ജീവിതത്തിൽ നമുക്കവനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ തിരിച്ചറിവ് വലിയൊരു കാര്യമാണ്. ഈ തിരിച്ചറിവിന് എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അതിന് ഈ പറഞ്ഞ രീതിയിൽ ഈ ആർമണ്ടച്ചനൊക്കെ തുടങ്ങി വെച്ച ആ വിശുദ്ധ ഗ്രന്ഥ വായന അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, നമ്മൾ വളരെ കുറച്ച് വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയുള്ളൂ. ഞങ്ങളൊക്കെ അച്ഛന്മാർ സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ എത്ര പ്രാവശ്യം ബൈബിൾ വായിക്കുന്നത്? പലപ്പോഴും ഒരു പ്രാവശ്യം പോലും വായിക്കാറില്ല, അല്ലേ? പ്രൊവിൻഷ്യാളച്ചനറിയാം, ഉള്ള സത്യം പറഞ്ഞാൽ അങ്ങനെയല്ലേ അത്? അതെ, സിസ്റ്റേഴ്സും ഇത് തന്നെയാണ്. വീട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ടോ? ഇവിടുന്ന് ഒരു പാരഗ്രാഫ് എടുത്ത് വായിക്കുന്നുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഗ്രന്ഥമാണത്. അതില്ലാതെ ഒരാൾക്കൊരു ക്രൈസ്തവനാകാൻ പറ്റില്ല. ക്രൈസ്തവ വിശ്വാസയുടെ ഏറ്റവും അടിസ്ഥാന ഗ്രന്ഥമാണ്. ഏതൊരു കാര്യത്തിനും നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ അടിസ്ഥാനപരമായ ചില ഗ്രന്ഥങ്ങളുണ്ടാകും. ഇതുപോലെ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഹൃദിസ്ഥമാക്കാനായിട്ട് കഴിയണം. ഈ ഹൃദിസ്ഥമാക്കുന്ന ദൈവവചനം നമ്മളെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ആർമണ്ടച്ചൻ പറഞ്ഞിരുന്ന കാര്യം വേറൊന്നുമല്ലത്. അപ്പോൾ ഈ ദൈവവചനം നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശമായിട്ട്, അടിസ്ഥാനമായിട്ട്, പ്രചോദനമായിട്ട് മാറണം. നമുക്ക് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വ്യാജ വാർത്തകൾ വരാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു വരുത്തുകയാണ് ഏഷണികൾ തന്നെ. ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് അത് സാധിക്കില്ല. കാരണം പുറപ്പാട് പുസ്തകം 21:1 പറയുന്നത് നീ വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുതെന്ന് തന്നെയാണ്. അപ്പോൾ അത് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ വ്യാജ വാർത്ത പ്രചരിപ്പിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരാൾ ക്രൈസ്തവ വിശ്വാസിയല്ല, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ചുരുക്കം അത്രയേ ഉള്ളൂ. അത് അച്ഛനായാലും മിത്രാനായാലും ആരായാലും വ്യാജ വാർത്തയാണ് പ്രചരിപ്പിക്കുന്നത് എങ്കിൽ ക്രൈസ്തവ വിശ്വാസിയല്ല. അതുപോലെ തന്നെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചൊക്കെ കുട്ടികൾ ചോദിക്കും, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ പറയണം, മക്കളെ, പ്രഭാഷണൻ്റെ പുസ്തകത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മയുടെ ശാപം മക്കളുടെ ഭവനത്തിൻ്റെ അടിത്തറ ഇളക്കും. ഇത് നിനക്കറിയാവോ? ദൈവമാണ് ഇത് പറയുന്നത്, ഞാനൊന്നുമല്ല. അത് മക്കളെ ചെറുപ്പം മുതലേ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മദ്യപാനത്തെക്കുറിച്ച് സുഭാഷിതങ്ങളിൽ പറയും, എന്താണ് ഈ മദ്യപാനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? നീ ഇങ്ങനെ ഒരു തരം സ്വപ്നങ്ങൾ കാണുന്നത് പോലെ പിച്ചും പേയും പറയും. ഇതൊക്കെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഈ മദ്യപാനിയൊക്കെ സ്വർഗ്ഗ രാജ്യത്തിൽ പ്രവേശിക്കൽ വളരെ കൃത്യമായിട്ട് തന്നെ പറയും. അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങരുത്, കൈക്കൂലി വാങ്ങുന്നത് തെറ്റാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം പല സ്ഥലത്ത് പറയും. കള്ളത്രാസ് ഉണ്ടാക്കരുത് എന്ന് വിശുദ്ധ ഗ്രന്ഥം പല സ്ഥലത്ത് പറയും. അഴിമതി നടത്തരുത് എന്ന് പറയും. ഈവൻ നമ്മുടെ ഒരു പരിപാടി, ഒരു ഗാനമേള നടക്കുമ്പോൾ അതിനിടയിൽ വർദ്ധാനം പറയരുതെന്ന് വരെ സുഭാഷിതം പറയും. നമുക്കറിയാമോ? അത് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അനുദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധാപൂർവം വായിച്ച് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ മതി. സ്നേഹമുള്ളവരെ, നമ്മൾ ഇപ്രകാരം ഈ വചനത്തിൻ്റെ വായനക്കാർ മാത്രമല്ല, അതനുസരിക്കുന്നവരും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരുമായി മാറുക.
ഈ കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെയല്ല ഞാൻ വിചാരിക്കുന്നത് ആർമണ്ടച്ചൻ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിർവ്യാജമായിട്ടുള്ള ജീവിത ശൈലി, തനിക്ക് ഒന്നുമില്ല, താനൊന്നുമല്ല എന്നുള്ള വളരെ എളിമയോടുകൂടി വളരെ ലാളിത്യത്തോടുകൂടി നടന്നുപോയ ആ ജീവിതം അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ഇപ്പോൾ നടവയിലാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, നടവയിൽ മാനന്തവാടി രൂപതയുടെ ഒരു ഇടവകയാണ്, കുടുംബക്കാരൊക്കെ അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ വികാരിച്ചനാണ് ഇവിടെയുള്ള എൻ്റെ വലതുവശത്ത് നിന്നയാൾ. അപ്പോൾ അദ്ദേഹം അവിടെയാണ് ജീവിച്ചതൊക്കെ. വലിയ അറിയപ്പെടുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല, ഒരു സാധാരണ വ്യക്തി. പക്ഷേ എപ്പോഴാണ് അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത്? അന്നുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആ പറയുന്ന ആ ഒരു വിശുദ്ധിയുടെ പരിമളം നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. കർത്താവ് തന്നെ പറയും, എപ്പോഴാണ് എല്ലാവരും എന്നിലേക്ക് ആകർഷിക്കപ്പെടുക? ഞാൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ. അത് ഞാൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോഴാണ്. ആ ഉയർത്തപ്പെടൽ എപ്പോഴും കുരിശിലാണ്. നമുക്കറിയാം, മഹത്വീകരണം എന്ന് യോഹന്നാൻ ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അതെല്ലാം കുരിശ് മരണത്തെക്കുറിച്ചാണ്. നമ്മൾ എത്രമാത്രം സഹനങ്ങളെ സന്തോഷത്തോടു കൂടിയിട്ട് പിടിച്ചു നിർത്തുന്നുവോ, അല്ലെങ്കിൽ അതിനെ സഹിക്കുന്നുവോ, അതിനെ അതിജീവിക്കുന്നുവോ, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അപ്പോഴാണ് നമ്മളിലേക്ക് കൂടുതൽ പേര് ആകർഷിക്കപ്പെടുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിലുള്ള ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അറിയാതെ സംഭവിക്കില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഞാൻ വഴങ്ങുന്നു, എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ ശാന്തതയാകും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ അഹ്റോൻ പറഞ്ഞ പോലെ, നീ നിൻ്റെ തലപ്പാവിൽ സമർപ്പിതൻ വിശുദ്ധി എന്ന് എഴുതി വെച്ചു നടക്കുമെന്ന് പറയും. നമ്മൾ അതുപോലെ ഒരു ജീവിതം നയിക്കുക. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ബോധ്യങ്ങളുണ്ടാവണം. ആ ബോധ്യങ്ങൾ തരുന്നത് ഈ ദൈവത്തിൻ്റെ വചനമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ ചരമവാർഷികത്തിൽ ഇവിടെ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കുക, നമുക്ക് വേണ്ടിയിട്ട് സ്വയം ദാനം ചെയ്ത, ബലിയർപ്പിച്ച തൻ്റെ ശരീരരക്തങ്ങൾ ലോകാവസാനം വരെ നമുക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മളോടുകൂടി ആയിരിക്കുന്ന ആ ഈശോയെ പിൻചെന്ന ഈ ദൈവദാസനെ പോലെ, ആർമണ്ടച്ചനെ പോലെ നമുക്കൊക്കെ ആവാനായിട്ട് സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ, പ്രാർത്ഥന. അതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ കൃപകൾ ലഭിക്കും, നിങ്ങളുടെ രോഗശാന്തി ലഭിക്കും, നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ആനന്ദവും സമാധാനമെല്ലാം ഉണ്ടാകും. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഇടവകകൾ, നമ്മുടെ ജോലി സ്ഥലങ്ങളെല്ലാം ഇപ്രകാരം ഈ സുവിശേഷ ദീപ്തി ചൊരിയുന്ന സമാധാനത്തിൻ്റെ ഇടങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.